നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2025 ഏപ്രിൽ മാസം 20-ാം തീയതി ഞായറാഴ്ച. ഇന്ന് ഈസ്റ്റർ ആണ്. എല്ലാ പ്രേക്ഷകർക്കും ഈസ്റ്റർ ആശംസകൾ ആദ്യം തന്നെ നേരുകയാണ്. അതോടൊപ്പം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ട്. വരുന്ന തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജാഗ്രതയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: നമുക്കെല്ലാവർക്കും ആധാർ കാർഡുകളുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ ആധാർ കാർഡിലെ പിഴവുകൾ ഒഴിവാക്കുന്നതിനും ആധാർ കൂടുതൽ കൃത്യതയാർന്ന ഒരു ഡോക്യുമെൻ്റായിട്ട് സൂക്ഷിക്കുന്നതിനും എല്ലാവരും തന്നെ നിങ്ങളുടെ ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് UIDAI നിർദ്ദേശിക്കുന്നത്. ആധാറിലെ മൊബൈൽ നമ്പർ, അതുപോലെ ആധാറിലെ നമ്മുടെ പേര്, ഒപ്പം ആധാറിലെ മേൽവിലാസം, ബയോമെട്രിക്, ഡെമോഗ്രാഫിക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യതയാർന്നതാക്കുക. ഫോട്ടോ എന്നിവയിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് മാറ്റങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ആധാർ 10 വർഷം കൂടുതൽ പഴക്കമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആധാർ അപ്ഡേറ്റ് ചെയ്യണം. ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിൽ കൃത്യതയാർന്ന ഡോക്യുമെൻ്റായിട്ട് ആധാർ കാർഡുകൾ മാറ്റുന്നതിന് എല്ലാ ഉപഭോക്താവിനും സാധിക്കുന്നതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ സ്കീമുകളിലൊക്കെ തന്നെ നമുക്ക് മുൻഗണന, അതോടൊപ്പം തന്നെ വളരെ വേഗം തന്നെ നമ്മൾ സമർപ്പിക്കുന്ന അപേക്ഷകളൊക്കെ തന്നെ അത് അപ്രൂവ് ആകുന്നതിനൊക്കെ ആയിട്ട് എല്ലാവരും തന്നെ നിങ്ങളുടെ ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ ലഭിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 2000 രൂപ ആനുകൂല്യം വാങ്ങുന്നവരൊക്കെ തന്നെ ഇലക്ട്രോണിക് KYC, അതുപോലെ തന്നെ ലാൻഡ് സീഡിങ്, ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ഒക്കെ തന്നെ പൂർത്തീകരിച്ചവരാണ്. ഇതിൽ ചിലർക്ക് KYC എന്ന് പറയുന്ന, അതായത് പുനർവേരിഫിക്കേഷൻ, ഈ രീതിയിലൊക്കെ സന്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇവർക്ക് എത്തിച്ചേരാറുണ്ട്. ഇനി അല്ല എങ്കിൽ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ഒക്കെ തന്നെ PM കിസാൻ പോർട്ടൽ പരിശോധിക്കുമ്പോൾ നമ്മളിത് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ വീണ്ടും KYC ഒക്കെ തന്നെ ചെയ്ത് അക്കൗണ്ട് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ലഭിക്കുന്ന ഈ ആനുകൂല്യം നഷ്ടമാകാതിരിക്കാനായിട്ട് ഇത്തരത്തിലുള്ള റീവെരിഫിക്കേഷൻ നടപടികൾ നിങ്ങൾക്ക് ബാധകമാണെങ്കിൽ അത് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നിർബന്ധമാണ്. 1-2 മിനിറ്റിലൊക്കെ തന്നെ തീർക്കാവുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴിയൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് ആ രീതിയിലൊക്കെ തന്നെ വളരെ കൃത്യതയാർന്ന് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ PM കിസാൻ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇലക്ട്രോണിക് KYC ഫോൺ വഴി ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററുകൾ വഴി നമുക്കിത് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, സൗകര്യങ്ങളൊക്കെ തന്നെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും അതുകൊണ്ട് തന്നെ ഈ കാര്യം പരിശോധിക്കുക, ഒപ്പം പൂർത്തീകരിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് കുടിശ്ശികയുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3 ഗഡുക്കളുണ്ട്. അത് 4800 രൂപയോളം വരും. ആ തുക ഈ വരുന്ന മാസങ്ങളിൽ ഓരോ ഗഡുക്കൾ വീതം നൽകി തീർക്കുമെന്നുള്ള ഒരു അറിയിപ്പാണ് ഈ സമയത്ത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകുന്നത്. അത് സർക്കാർ നൽകിയിരിക്കുന്ന ഉറപ്പുകൂടിയാണ്. പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് അവശേഷിക്കുന്ന കുടിശ്ശികകൾ അത് മുഴുവൻ നൽകി തീർക്കുമെന്നുള്ള ഒരു ഉറപ്പ് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലും മുഖ്യമന്ത്രി പിണറായി വിജയനും നൽകിയിരുന്നു. 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുന്ന മാസങ്ങളിൽ ഓരോ ഗഡുക്കൾ വീതം കുടിശ്ശികയുള്ളത് കൃത്യമായി തന്നെ വിതരണം നടത്തുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോൾ വരും മാസങ്ങളിൽ നമുക്ക് ഓരോ മാസങ്ങളിലും 3200 രൂപ അതിന് മുകളിലുമൊക്കെ തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. 3 മാസം കൊണ്ടൊക്കെ തന്നെ ഒരുപക്ഷെ ഇത് നൽകി തീർക്കാനും സാധിച്ചേക്കും. കാരണം 3 ഗഡുക്കളെ ഉള്ളുതാനും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ കൃത്യമായി തന്നെ ഈ ആനുകൂല്യം എത്തിച്ചേരുന്നതായിരിക്കും. അത് മാത്രമല്ല, ഈ വർഷം നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി ഉള്ളതിനാൽ തന്നെ അതിൻ്റെ ഒക്ടോബർ, നവംബർ മാസങ്ങളുടെയൊക്കെ തന്നെ വിജ്ഞാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് മുൻപ് തന്നെ എല്ലാവർക്കും ഈ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് മുഴുവനും എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പെൻഷൻ വാങ്ങുന്നവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. അതോടൊപ്പം തന്നെ മസ്റ്ററിംഗ് പോലെയുള്ള കാര്യങ്ങളുടെ തീയതികൾ ഇതുവരെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ആരും ധൃതി പിടിച്ച് പോകേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അറിയിപ്പ് വരുന്ന മുറയ്ക്ക്, ഉത്തരവ് വരുന്ന മുറയ്ക്ക് നിങ്ങളെ കൃത്യമായി തന്നെ നമ്മുടെ ചാനലിലൂടെ അക്കാര്യം അറിയിക്കുന്നതായിരിക്കും. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഏപ്രിൽ 19 ശനിയാഴ്ച ഇരുവിഭാഗം സംഘടനകൾക്കും സ്വർണ്ണവിലയിൽ മാറ്റമില്ല. വ്യത്യസ്ത നിരക്കുകളാണെങ്കിൽ പോലും രണ്ട് വിഭാഗത്തിനും 71,000-ന് മുകളിലാണ് പവന് വില തുടരുന്നത്. ഏപ്രിൽ 19 22-കാരുടെ സ്വർണ്ണത്തിനും 18-കാരുടെ സ്വർണ്ണത്തിനും വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല.
ഏപ്രിൽ 18 ഇന്ന് വെള്ളിയാഴ്ച ഒരു വിഭാഗത്തിന് സ്വർണ്ണവില വർദ്ധിച്ചപ്പോൾ മറുവിഭാഗത്തിന് മാറ്റമില്ലായിരുന്നു. ഏപ്രിൽ 18 വെള്ളിയാഴ്ചയാകട്ടെ ഒരു വിഭാഗത്തിന് സ്വർണ്ണവില വർദ്ധിച്ചപ്പോൾ മറുവിഭാഗത്തിനാകട്ടെ മാറ്റമില്ലായിരുന്നു. 17 വ്യാഴാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിൻ്റെ വില ഗ്രാമിന് 105 രൂപയും പവന് 840 രൂപയുമാണ് കൂടിയത്. 22 കാരറ്റ് സ്വർണ്ണത്തിൻ്റെ 1 ഗ്രാം വില 8920 രൂപയും 1 പവൻ സ്വർണ്ണത്തിൻ്റെ വില 71,360 രൂപയുമായിരുന്നു. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.